ഇന്നുണ്ടല്ലോ ലെമൺ റൈസും ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കിയത്. അടിപൊളി കോംബോ കേട്ടോ, പെട്ടെന്നാവും ചെയ്യും. അപ്പം അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് പൊന്നിയരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒരു വിസിൽ കേട്ടോ. കുക്കറിൻ്റെ സൈഡിലുള്ള അരികളൊക്കെ വെള്ളത്തിലേക്ക് തട്ടിടണം കേട്ടോ, അല്ലെങ്കിൽ സൈഡിൽ കൂടെ എയർ പോവും. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഈ റൈസ് നന്നായി തണുത്താലേ നമുക്ക് അടുത്ത പരിപാടിയൊക്കെ റൈസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ആക്കാൻ നോക്കാം. അത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കണേ. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ്, കോൺഫ്ലോർ, വിനാഗിരി ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അതുപോലെ ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കബാബ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ടൈമില്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തോളേ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അത് നന്നായി ചൂടായപ്പോഴത്തേനും കറിവേപ്പില ആഡ് ചെയ്തേ. കറിവേപ്പിലയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു, അത് കാരണം നല്ല പൊട്ടിക്കറിയായിരുന്നേ. പിന്നെ നമ്മുടെ ചിക്കൻ ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൈസ് തണുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനൊരു വട്ടം ഞാനത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി വെച്ചായിരുന്നു. ഇപ്പോൾ നന്നായി തണുത്ത് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. കാരണം ഇത് ചൂടാറി റൈസ് നന്നായി ചൂടാറണം. തലേദിവസമൊക്കെ റൈസ് ആക്കി വെക്കാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനൊരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിക്കണേ. നല്ലെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ, അതായത് ഈ ലെമണിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണ പോലെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ ഉണ്ടല്ലോ ഈ കടലപ്പരിപ്പ്, ഉഴുന്നുംപരിപ്പ്, കപ്പലണ്ടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആദ്യം ഇടണേ. കാരണം മൂപ്പ് കൂടുതലുള്ളത് ആദ്യം ഇട്ട് മൂപ്പിക്കണം. എന്നിട്ട് ഇത് ഒരു പകുതി മൂപ്പാവുമ്പോഴാണ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. വേപ്പിലയും ഇത് നന്നായി കരിമുരാന്നുള്ള ഒരു പാകത്തിന് ശരിക്കും മുറവായിട്ടെടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ പോലെ ഉണ്ടാവേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായപ്പൊടിയും ആഡ് ചെയ്തിട്ട് വെക്കട്ടോ. മാറ്റി വെച്ച് നമ്മൾ ചിക്കൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേനും ചിക്കൻ മറിച്ചിടാറായിട്ടുണ്ടാവും. അപ്പോഴത്തേനും ചിക്കൻ മറിച്ചിടുക. ചിക്കന് നല്ല സ്മെല്ലാട്ടോ, കാരണം ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടും പിന്നെ കറിവേപ്പിലേക്ക് ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ റൈസിലേക്ക് നാരങ്ങയുടെ കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ പുറമെയുള്ള മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പതുക്കെ നൈസായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ. കുറച്ച് മതിയേ. എന്നിട്ട് നമ്മൾ വറവ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇടാം. ഇത്തിരി ചൂടുണ്ടാവുമല്ലോ, ആ ചൂട് മതി. എന്നിട്ട് അതിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കാണിക്കാൻ മറന്നേ, കായത്തിൻ്റെ പൊടി കുറച്ച് ആഡ് ചെയ്യണേ ഈ വറവിലേക്ക്. അതിനുശേഷം നമ്മൾ തണുത്ത ചോറിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്യാം. ഉപ്പ് ഞാൻ ഇതുവരെ ചോറിൽ ഇട്ടിട്ടുണ്ടാവില്ല. ഈ വറവിൻ്റെ ഒപ്പമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ ഒരു നാരങ്ങയുടെ ജ്യൂസാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിങ് പ്രധാനമാണ്. അതുകൊണ്ടാണ് ചോറ് ചൂടാറിയത് വേണമെന്ന് പറയണേ. ചൂട്ടോടെ ഉള്ള ചോറാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവേ. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം വേണം അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുത്ത കാരണം കൊണ്ട് ഇങ്ങനെ വിട്ട് ഓരോ റൈസും വിട്ട് വരും. അപ്പോൾ നമ്മൾ റൈസ് സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയില ആഡ് ചെയ്യാം. ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഇച്ചിരി കൂടി ആഡ് ചെയ്യാം. എനിക്ക് ഇച്ചിരി പുളി കുറവായിരുന്നേ, അപ്പം ഞാൻ 2-3 ഡ്രോപ്പും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ഉപ്പൊക്കെ നോക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ സെറ്റായി. ചിക്കൻ വറുത്ത്
മാറ്റി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിത് ഈ അരിപ്പൊടി കൊണ്ടുള്ള ഒരു അപ്പളമില്ലേ, ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടുന്നത്, ആ അപ്പളം ഒന്ന് ഫ്രൈ ആക്കി എടുത്തേ. അങ്ങനെ ലെമൺ റൈസും അതുപോലെ ലെമൺ പിക്കിളും പപ്പടവും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ലഞ്ച് അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പറാണേ.